അപ്പൊ നമ്മളിന്നൊരു ആവേശകരമായ പോരാട്ടം കാണാൻ പോകുന്നത് എന്താന്നല്ലേ? ഇന്ന് നമ്മുടെ സ്പോർട്സിന്റെ 2ാം ദിവസം. ഇന്നത്തെ മെയിൻ പരിപാടി ബാസ്കറ്റ് ബോൾ ആണ്. നമ്മളവിടെ ഉണ്ടാകും ഐറ്റിനെ സപ്പോർട്ട് ചെയ്യണ്ടാവും. ഞാൻ മോശമല്ല. ഈ കാണുന്നത് ഇന്ന് പോയി വാങ്ങിയ ജെയ്സിന്റെ പൊലിവാണ്. ആഹാ മുടുക്കനായി. അങ്ങനെ നമ്മളെ ഫസ്റ്റ് കളി തുടങ്ങി. ഇത് കളി ഈസിയും CS അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ വാർത്ത കേൾക്കുന്നത്. നമ്മളെ ജെയ്സി എത്തി. ഒന്നും നോക്കിയില്ല, പേര് അശ്വിന്റെ ഓട്കൊന്നോട് കൊടുത്തു. അല്ല പിന്നെ കടക്കട്ടെ എന്ന് ഇതൊട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. ചെക്കന്മാർക്ക് കൊടുക്കാനുള്ള വള്ളക്കുപ്പിന്റെ കയ്യിലായി. ഐറ്റിക്ക് വേണ്ടി തന്നെ ചെയ്യേണ്ട കൈ, അല്ലാതെ ആരും ഇതിന്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ല. അങ്ങനെ അടുത്ത കളി നമ്മളതാണ്. ചെക്കന്മാരൊക്കെ സെറ്റാണ്. നമ്മളവിടുന്ന് ഫുൾ ഗ്രൗണ്ട് സപ്പോർട്ടും അല്ല, അത് അത്രേ ഉള്ളൂ. അങ്ങനെ നോമ്പിന്റെ സമയമായപ്പോ നമ്മളെ ചെക്കൻ അവിടെ നിന്നാണ് കേസ് നോമ്പ് പറഞ്ഞത്. അതും കുറച്ച് വെള്ളം പഴം കൊണ്ട് മാത്രം. അങ്ങനെ നമ്മളെ കളി സ്റ്റാർട്ടായി ഗൈസ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് കളി മെക്കിനേറ്റ് ചെയ്യുന്നത് അത് വാശിയേറിയ കളിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നിർണായക അവസ്ഥയിലായി. കയ്യിൽ നിന്ന് പോയ കളി പിടിച്ചെടുത്തു. അങ്ങനെ ശേഷമുള്ള കളിയും കിട്ടില്ലെന്ന് കൈ. ആ കളി ട്രിപ്പിളും മെക്കും തമ്മിലെന്ന് കൈ. ഞാൻ ആയിട്ടിയതിന് നമുക്ക് വലിയ റോളില്ല കൈ. ആ ബേക്കിലിരിക്കുന്ന മെക്കാണ്. അവന്റെ മോട്ടൊരു വാട്ടം കണ്ടോ നിങ്ങൾ? സംഭവം മെക്ക് തോറ്റിക്കാണ്. പക്ഷെ അത് വിപുലമായിട്ട് ആ കളി മെക്ക് തിരിച്ചു പിടിച്ചു കൈ. അങ്ങനെ അടുത്ത കളി ഫൈനലാണ് കൈ. അത് ഐറ്റിയും CS തമ്മിലാണ് കൈ. അത് വലിയ പ്രതീക്ഷ ഒന്നുമില്ല കൈ. സംഭവം എന്താ വെച്ചാല് CS ഭൂരിഭാഗം യൂണിവേഴ്സിറ്റി ടീമിലുള്ള. പക്ഷെ എന്നാലും നമ്മൾ കട്ടയ്ക്ക് നിന്നിട്ടാണ് കൈ തോറ്റ. നമ്മൾ ഐറ്റിക്കാർ തോറ്റു. പക്ഷെ നമ്മൾ വിഷയമല്ല, ചെക്കന്മാരെ നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് അത്രേ ഉള്ളൂ. നമ്മൾ ഫുട്ബോൾ അന്ന് പിടിച്ചില്ലേ. ഇത് സെക്കൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്ത വീട്ടിലാണ്. ഗുഡ് ബൈ.